എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായ ഇഡലി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിലേക്ക് ചോറും ഇഡലി അരിയും ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാദാ പച്ചരിയും പുഴുങ്ങലരിയും ചേർത്ത് ആണ്, ഉഴുന്നും കൂടി ചേർത്താണ് ഇഡലി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാനിതാ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പുഴുങ്ങലരിയും എടുത്തിട്ടുണ്ട്. ഏതരിയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ചേർക്കണം. ഒരു ഗ്ലാസ് നിറയൊന്നും വേണ്ട, ഇത്രയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കഴുകി മാറ്റി വയ്ക്കുക. ഒരു 6 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അതിന് ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇഡലിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ ഉഴുന്ന് നല്ല അരയണം കേട്ടോ. അരി അത്ര തന്നെ അരയണമെന്നില്ല. ഉഴുന്ന് മാറ്റി വെച്ച് അത് തനിയെ തന്നെ അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. ദോശക്ക് അരക്കുന്നതിലും കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം കേട്ടോ ഇഡലിക്ക് അരക്കാൻ. വെള്ളം കൂടിയാൽ ഇഡലി നന്നാവില്ല ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതാ കൈ വെച്ച് നല്ല ഒന്ന് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി അതൊരു 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്ത് ഇതുപോലെ ഒഴിച്ച് ഇഡ്ഡലി തയ്യാറാക്കാം. ഇനി ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇഡ്ഡലി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായ ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി അരി ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അരി കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയർ പരിപ്പ് വെച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ സാമ്പാറിലേക്ക് നമ്മളെ വീട്ടിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കായം ഇവയൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഒരു വലിയ ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, മുരിങ്ങക്കായും ബീൻസും ഉരുളക്കിഴങ്ങൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വിസിൽ വരുമ്പോഴേക്കും വന്നിട്ടുണ്ടാവും. ഇനി ഇത് കടുക് ഉലുവയും കൂടി താളിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് താളിക്കണം. എന്നിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.